ഹായ് ഗൈസ്, ഇപ്പം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടാണ്. അതിഥി എന്നാണ് ഹോട്ടലിന്റെ പേര്. കുറച്ച് പഴക്കം ഉള്ള കടയാണ്. ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് 1.5 ആയി. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മളിവിടെ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നൊരു വീഡിയോ ഉണ്ട്, അതും ഇടുന്നതായിരിക്കും. എവിടെ അവിടെ ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് ഒന്നും വേണ്ട, അതിഥി പോണല്ലേ. ഹെൽമെറ്റ് ആണ്ടല്ലോ. വീട്ടിലെ മോരിലേക്ക് ചോറ് തിന്നത്തില്ല. വ്ളോഗിൽ വരാൻ മടിയായോണ്ടായിരുന്നു വിളിച്ചില്ല. എന്തോ മോരോ ഊണ് കഴിക്കണേ. ബിരിയാണി നാളെ കഴിക്കും. ഞങ്ങക്ക് അല്ലേ കറിയൊന്നും വന്നില്ലേ? അവിടുന്ന് വന്നപ്പോ അപ്പൊ എന്തോ വിചാരിച്ചേ? ചോദിച്ചില്ലേ? ബിരിയാണി എന്ന് പറഞ്ഞോ നീ? ചോറ് കഴിക്കത്തില്ല വിസ്മയ്? ചോറോ? അപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നേ? ഇങ്ങോട്ട് നോക്കി. കരയാണോ? എടീ നോക്കി. നോക്കിയോ? ഇങ്ങോട്ട് നോക്കി. അതുകൊണ്ട് അതെന്താണോ നോക്കാതെ? ആദ്യമേ വന്നിരുന്ന പൈസ ഒക്കെ റിവീൽ ചെയ്ത് ഇനി എന്തിനാ പറഞ്ഞു? ഇവൻ വീട്ടിൽ നിന്ന് ചോറല്ലേ കൊണ്ടു കഴിക്കുന്നത്, പിന്നെന്ത് പ്രശ്നം? അങ്ങനാണോ ഉദ്ദേശിച്ചേ? ഇനി അടുത്ത എക്സാം വരുമ്പം ഇന്ന് വിസ്മയ്ക്ക് എക്സാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിസ്മയ് പുറത്തുനിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. പിന്നെ ബിരിയാണി കഴിക്കാൻ നേരത്തെ പ്ലാൻ ചെയ്ത്. ഞങ്ങക്ക് വേണ്ട, ഞങ്ങക്ക് ചോറ് കഴിക്കാൻ വന്നിരിക്കില്ലേ? ഞങ്ങൾക്കൊന്നും ഇലയിട്ടില്ല, ചോറും തന്നില്ല. ക്ലീനൊക്കെ ചെയ്ത് നല്ലതാ. എന്തൊക്കെ ഫ്രൈയോ? കൊഞ്ച് ഫ്രൈ വാങ്ങിച്ചേ? കൊഞ്ച് ഫ്രൈയും ചോദിക്ക്, ഹരിയോട് കൂടെ ചോദിക്കും. അല്ല, അത് വേറെ ആയി. ഞങ്ങള് 5 പേര് വേറെ. കൊക്ക് നീ ഇതെല്ലാം എന്നാ കൊഞ്ച് വാങ്ങി കുറച്ച് ഒഴികെ. കറി, മീൻ കറി.
നാടൻ കോഴി ഇറച്ചി പോയിന്ന് പറഞ്ഞു അന്ന് ചൂടാക്കില്ല പോയി നമുക്കേ നമുക്കൊരു ദിവസം ബിരിയാണി അല്ലാതെ വാങ്ങിക്കാം. ബിരിയാണി കഴിച്ചാ പോരെ? സയൻസിലെ ബിരിയാണി ചെമ്പല്ലി ശരി. ഇവൻ എന്തിന്റെ ഒരു എന്താ പറഞ്ഞ എരിക്കറി കൊഞ്ചും നെത്തോലി എല്ലാം തോന്നിക്കോ രണ്ട് ബ്രാൻഡ് രണ്ട് ബ്രാൻഡ് പൊങ്ങിക്കുന്നത് ഈ മണ്ടലിലേക്ക് എന്താണെന്നറിയോ അപ്പോഴേക്ക് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരവർക്ക് ഡീറ്റെയിൽ ചെയ്ത് ഒരു മണിക്കൂർ കൊണ്ടിട്ട് ഒന്നും കണ്ടില്ലെങ്കിൽ അത് ഇതെന്താ ശരിക്കും ഇതല്ല നമ്മള് രണ്ടായാലും ബിസിനസിന്റെ കൺവീഷൻ പിന്നെന്തോ കൊഞ്ചോ അല്ല അവസാനം വിസ്മയുടെ അവസ്ഥയല്ല. വിസ്മയ ഇവിടെ നിന്ന് ഓരോന്ന് പറയുന്നുണ്ട്. നമുക്ക് നെത്തോലി ഫ്രൈ വന്നിരിക്കുന്നു. അങ്ങനെ പറയല്ലോ കുറച്ച് സാമ്പാർ പൊളിച്ച രസമുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. എല്ലാം എടുക്കാം. എന്റെ എല്ലാം വൃത്തിയാ എടുക്കാനുള്ള വലിയ പാടൊന്നുമില്ല. ഞാൻ അടക്കി ജെനുവിൻ റിവ്യൂ ആയിരിക്കും കേട്ടോ. പറ. അടിപൊളിയായിരുന്നു. നല്ല ഊണായിരുന്നു. ഭാഗ്യം നല്ല ഊണായിരുന്നു. നല്ല ഊണ്. ഒറ്റ വാക്ക് ഹരി ഭയങ്കര സ്ലോ ആയിട്ടായി. സമയം എടുത്ത് കഴിക്കുന്നവരാണ് ഇപ്പൊ കണ്ടില്ലേ. നല്ല തിരക്കുള്ളൊരു കട. പീക്ക് ടൈം ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല. 1 മണിയാണ് നമ്മളിപ്പോ വന്നത്. 1:30 എന്തോ ടൈം ആയതേ ഉള്ളൂ. നല്ല തിരക്കുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു വിസ്മയ്? ആദ്യം നിരാശനായിട്ട് വന്നേ. ഊണ് മോശമായിരുന്നോ? സാധാരണ ആവറേജ് ഊണായിരുന്നു. നമ്മൾ വാങ്ങിച്ച കൊഞ്ചും നെത്തോലിയും ഒക്കെ. പെട്രോൾ തീർന്നു. പോയി പെട്രോളൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് അങ്ങനെ ഹരി അത് വിട്ടം പോവാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഹരി പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകും. നമ്മൾ വന്ന അതിഥി ഹോട്ടൽ. നമ്മള് മുണ്ടക്കല് പോകുന്ന റോഡാണ്. നമ്മള് ചിന്നക്കടയിൽ നിന്ന് മുണ്ടക്കല് പോകുന്ന റോഡ്. കൊല്ലത്ത് ഒരുപാട് കടകളുണ്ട്. ഇപ്പം റാഹത്ത്, റമീസ്, സുപ്രീം എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. അപ്പൊ നമ്മള് ഒരു നാടൻ ഊണ് അതിൻ്റെതായ തനതായ ഇതിൽ നമുക്ക് കഴിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ അതിഥി ഹോണ്ട് ചെയ്ത് അതിഥിയിൽ വന്നത്. അപ്പം അതിഥിയിലെ ഊണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ നമ്മള് അടുത്തൊരു വ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.